മികവോടെ സംസ്കൃതോത്സവം UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 38 ഇനങ്ങളിലായിരുന്നു മത്സരം. ഒന്നാം ഭാഷയായി സംസ്കൃതം എടുത്തിട്ടുള്ള കുട്ടികളാണ് വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. 3 വ്യക്തിഗത ഇനങ്ങളിലും 2 ഗ്രൂപ്പ് ഇനങ്ങളിലും പങ്കെടുക്കുന്നതിന് പുറമെ ഇതേ അവസരം തന്നെ ജനറൽ വിഭാഗത്തിലും കുട്ടികൾക്ക് ലഭിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. തുള്ളൽ ഇനങ്ങളോട് സാമ്യത പുലർത്തും വിധം ഹാസ്യരസമാർന്നതും സാമൂഹിക വിമർശനം നിറഞ്ഞതുമായ പാടകം പോലെയുള്ള ഇനങ്ങളിൽ വലിയ മത്സര തീവ്രതയോടെയാണ് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നത്. ഇങ്ങനെ ഭഗവാന്റെ നിർബന്ധം കൊണ്ട് പാഞ്ചാലി അകത്ത് പോയി ആ പാത്രം എടുത്തുകൊണ്ട് പാഞ്ചാലി തരും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ ആ പാത്രം പാഞ്ചാലിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് വിവിധ രചനാ മത്സരങ്ങൾ, കൂടിയാട്ടം, കഥാകഥനം, വന്ദേമാതരം, സംഘഗാനം എന്നിവയ്ക്ക് പുറമെ സംസ്കൃത നാടകത്തിലും നല്ല പങ്കാളിത്തവും കാഴ്ചക്കാരുമുണ്ട്. ഇടക്കാലത്ത് സംസ്കൃതോത്സവത്തിൽ മത്സരിക്കുന്നവർ പൊതുവിഭാഗത്തിലെ ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് പരിമിതപ്പെടുത്താനുള്ള നീക്കം നടന്നുവെങ്കിലും ശക്തമായ പ്രതിഷേധം മൂലം ഇത് പിൻവലിക്കുകയായിരുന്നുവെന്ന് അധ്യാപക ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി NA അനുരാഗ് പറഞ്ഞു. ഇടയ്ക്ക് സർക്കാർ തലത്തിൽ ഒരു നീക്കം നടന്നെങ്കിലും ആ നീക്കത്തെ അധ്യാപക ഫെഡറേഷൻ സമരത്തിലൂടെ ആ ഒരു കുട്ടികൾക്കുള്ള അവകാശം കൈവരിക്കാനായിട്ട് വേണ്ട സമരങ്ങൾ നടത്തി നമ്മളത് പിടിച്ചു വാങ്ങുകയാണ് ഉണ്ടായത് വീണ്ടും. അപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയുള്ള സാധ്യതകൾ ഒരുക്കി കുട്ടികൾക്ക് മത്സരിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ വേദികളിലും മികവാർന്ന പരിപാടിയോടെയാണ് സംസ്കൃതോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആകർഷകമായ രീതിയിൽ തന്നെ വളരെ സ്പർദ്ധയോടുകൂടി തന്നെ മത്സര ബുദ്ധിയോടുകൂടി തന്നെ മത്സരിക്കുന്ന കുട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഭാരതത്തിന്റെ പരമ്പരാഗതവും ദാർശനികവുമായ ആശയവിനിമയ ഭാഷയായ സംസ്കൃതത്തിന് പ്രചാരം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് നടക്കുന്ന സംസ്കൃതോത്സവത്തിൽ പ്രൗഢമായ പാരമ്പര്യമുള്ള തൃശൂർ സംസ്ഥാന തലത്തിലും ആ മികവ് ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ്. ടീം CCTV.